ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നെഹ്റു കോളേജ് ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് വടക്കാഞ്ചേരി കോടതിയിൽ റിപ്പോർട്ട് നൽകി. കൃഷ്ണദാസിന് പുറമെ മുൻമന്ത്രി കെ പി വിശ്വനാഥിന്റെ മകനും കോളേജ് PROയുമായ സഞ്ജിത് KV, വൈസ് പ്രിൻസിപ്പൽ ശക്തിവേൽ, അധ്യാപകൻ പ്രവീൺ, പരീക്ഷാ ജീവനക്കാരൻ ദിബിൻ എന്നിവരാണ് മറ്റു പ്രതികൾ. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. 120B, 384, 306, 323, 468, 471, 465, 201 എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, വ്യാജരേഖ ചമയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി കോളേജിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അധ്യാപകനായ പ്രവീണും ജീവനക്കാരനായ ദിബിനും ചേർന്നാണ് ഗൂഢാലോചന നടത്തിയത്. ജിഷ്ണു മാപ്പെഴുതിയെന്ന വ്യാജരേഖയുണ്ടാക്കി തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ റിപ്പോർട്ടിലുണ്ട്. ജിഷ്ണുവിനെ അന്യായമായി തടങ്കലിൽ വെക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ജിഷ്ണു വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തതിന്റെ മുൻവൈരാഗ്യവും ഈ സംഭവത്തിന് പുറകിലുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. വടക്കാഞ്ചേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഇതിനിടെ കേസിലെ പ്രതികളെല്ലാം ഇപ്പോൾ ഒളിവിലാണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ജെയ്സൺ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.